ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് പ്രോബ്ലമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് 55x5 മെത്തേഡ്. എന്ത് കാര്യത്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്? നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ വ്യക്തിയെ മുൻപ് നിങ്ങൾക്ക് പരിചയമുണ്ട്, എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ പിരിഞ്ഞതാണ്, അഥവാ നമ്മൾ എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? പലപ്പോഴും സാധിക്കാത്തതിൻ്റെ പുറകിലുള്ള ഒരു മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആ വ്യക്തിയോട് നമ്മുടെ ഉള്ളിൽ കുറച്ചെങ്കിലും വെറുപ്പുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ തർക്കത്തിലായി പിരിഞ്ഞിട്ടുണ്ടായിരിക്കുക, ചിലപ്പോൾ വേറൊരു വ്യക്തിയോടുള്ള അടുപ്പമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ എന്തെങ്കിലും ഓവർ പൊസീവ്നെസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തി എന്നെ ഇട്ടിട്ട് പോയല്ലോ എന്നുള്ള ആ ഒരു വെറുപ്പ് ഉള്ളിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം പ്രയാസകരമായിരിക്കും. നേരെ മറിച്ച് അതിന് പകരം ആ വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോ ടെക്നിക്കുകൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും. പലരും ചെയ്യുന്നത് വാശിപ്പുറത്താണ്. അപ്പോൾ വാശി അങ്ങോട്ട് മാറ്റിവെച്ച് ആ വ്യക്തിയെ റിയലായിട്ട് സ്നേഹിക്കുക. ആ ഒരു സ്നേഹത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നിങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള 55x5 മെത്തേഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. വെറുപ്പ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്നും നീക്കം ചെയ്യുക. അപ്പോൾ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അഫർമേഷൻസ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഐ ലവ് സംവൺ. ആ ഒരു നെയിമാണ് നിങ്ങൾ എഴുതേണ്ടത്. ആരെയാണോ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ വ്യക്തിയുടെ നെയിം. അതിൻ്റെ കൂടെ തന്നെ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് കൂടി ആഡ് ചെയ്യണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഐ ലവ് സിനി, സിനി ലവ്സ് മീ. ഗോട്ട് ഇറ്റ്? ഐ ലവ്, പിന്നെ ഒരു വ്യക്തിയുടെ പേര് ഐ ലവ് സിനി, പിന്നെ ആ പേര് വെച്ചിട്ട് സിനി ലവ്സ് മീ, നേരെ തിരിച്ചും. മലയാളത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ സിനിയെ സ്നേഹിക്കുന്നു, സിനി എന്നെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. എത്ര തവണ എഴുതണം? 55 തവണയാണ് എഴുതേണ്ടത്. എത്ര ദിവസം എഴുതണം? 5 ദിവസമാണ് എഴുതേണ്ടത്. എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ രാവിലെയാണ് എഴുതുന്നതെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുതുക. രാത്രിയിലാണ് എഴുതുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രിയിൽ തന്നെ എഴുതുക. ഏറ്റവും ബെസ്റ്റ് ടൈം രാവിലെ എണീറ്റ ഉടനെ, അതല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരേ സമയത്ത് എഴുതുകയാണെങ്കിൽ ഒന്നുകൂടി മാനിഫെസ്റ്റേഷൻ പവർ കൂടും. ഇപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്കാണ് എഴുതുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ദിവസം എഴുതുക. തുടർച്ചയായിട്ട് 5 ദിവസം എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. രാത്രിയിൽ ഇപ്പോൾ ഒരു 10 മണിക്കാണ് എഴുതുന്നതെങ്കിൽ എല്ലാ ദിവസവും 10 മണിക്ക് എഴുതുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ മാറിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അഫർമേഷൻ ഇതായിരുന്നു: ഐ ലവ്, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ വ്യക്തിയുടെ പേര് പ്ലസ് ലവ്സ് മീ എന്നുള്ളതും. ഐ ലവ് സിനി, സിനി ലവ്സ് മീ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. നെയിം നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ മടിക്കാതെ വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.